രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നിസ്സാര സംഭവമെന്നും അടിയന്തര സ്വഭാവമില്ല എന്നും ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് നിരാകരിച്ചതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. സ്പീക്കറുടെ പരാമർശത്തിൽ പ്രതിഷേധമറിയിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങിയതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്കു പിരിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് നേരെ വെടിയുതിർക്കുമെന്ന് ചാനൽ ചർച്ചയിൽ പ്രതികരിച്ച BJP നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ചർച്ച ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയ നോട്ടീസ് സ്പീക്കർ നിരാകരിച്ചു. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ്. നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ഇതോടെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയ പ്രതിപക്ഷം ബഹളം വെച്ചു. സംഭവത്തെക്കുറിച്ച് സ്പീക്കർ നടത്തിയ പരാമർശമായിരുന്നു പ്രകോപനം. ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ളത്. സാർ, അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. എന്നിട്ടും സ്പീക്കർ വഴങ്ങിയില്ല. അങ്ങേപ്പോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും, പക്ഷേ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചയ്ക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഇതോടെ ഡയസിന് മുന്നിൽ ബാൻ ഉയർത്തിയും സ്പീക്കറുടെ അടുത്തേക്ക് കയറാൻ ശ്രമിച്ചും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. ഇടയ്ക്ക് വാച്ചൻവാർഡുമായി ബലപ്രയോഗവും നടന്നു. 26-ന് രാത്രി നടന്ന സംഭവം ഗൗരവമുള്ള വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ ഉന്നയിച്ചില്ല എന്ന ചോദ്യമുയർത്തി ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് നിങ്ങൾ 27-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ 28-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ 29-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. പ്രതിപക്ഷ ബഹളത്തിന് അയവില്ലെന്ന് കണ്ടതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി പ്രഖ്യാപിച്ചു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും ഒക്ടോബർ 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷം പ്രകടനമായി കവാടത്തിലേക്ക് വന്നു. രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെ സംരക്ഷിക്കുക. ഇത് BJPയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിയത് അഭാസ്യ നാടകമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും വിമർശിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.